വീട് ഇഷ്ടപ്പെട്ട സുധിയും ശ്രുതിയും 3 കോടി രൂപയ്ക്ക് ആ വീട് വാങ്ങാനായി തീരുമാനിക്കുന്നു. തുടർന്ന് ചതി മനസ്സിലാക്കാതെ 30 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ടും ബാക്കി തുക 6 മാസത്തിനകം തരാമെന്ന് സുധി സമ്മതിക്കുന്നു. ശേഷം വീട്ടുകാരുമായി 2 ദിവസം വന്ന് താമസിച്ച് സൗകര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാൻ വീടിന്റെ ഓണർ പറയുന്നു. തുടർന്ന് സുധി പോയ ശേഷം 30 ലക്ഷം രൂപ കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ഈ വാടക വീട് സ്ഥലവും വിട്ട് ഇവിടെ നിന്ന് നാട് വിടണമെന്ന് ഓണർ ഭാര്യയോട് പറയുന്നു. പിന്നീട് ഓഡിറ്റോറിയത്തിലെത്തുന്ന രേവതിയോട് ഡെക്കറേഷനൊക്കെ നന്നായിരുന്നുവെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഒരുപാട് പേര് രേവതിയുടെ നമ്പർ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെന്നും മാനേജർ പറയുന്നു. ശേഷം അഡ്വാൻസ് കഴിഞ്ഞുള്ള ബാക്കി പണം രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നു. തുടർന്ന് ഇതിനു മുമ്പ് ഞങ്ങൾ ഓർഡർ കൊടുത്തിരുന്നത് ഹേമ മേഡത്തിനായിരുന്നുവെന്നും ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നമുണ്ടാക്കുമെന്നും ഓഡിറ്റോറിയത്തിന്റെ മാനേജർ രേവതിയോട് പറയുന്നു. തുടർന്ന് രേവതി മാനേജറുടെ മുറിയിൽ നിന്നും പോയ ശേഷം അവിടെ എത്തുന്ന ഹേമ ഡെക്കറേഷന്റെ ഓർഡർ മറ്റൊരാൾക്ക് കൊടുത്തതിന് മാനേജറോട് ദേഷ്യപ്പെടുകയും രേവതിനെ പറ്റി തിരക്കുകയും ചെയ്യുന്നു. തുടർന്ന് മുറ്റത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന രേവതിനെ മാനേജർ ഹേമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതോടെ ഇനി ഒരിക്കലും അവൾക്ക് ഓർഡർ കൊടുക്കരുതെന്ന് ഹേമ മാനേജറെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന രേവതി ഓഡിറ്റോറിയം ഡെക്കറേഷൻ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ലഡു കൊടുക്കുന്നതോടെ ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നു. ഇതേസമയം അവിടെ എത്തുന്ന സുധിയും ശ്രുതിയും വീട് കാണാൻ പോയ വിശേഷങ്ങൾ എല്ലാവരോടും പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.